വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 34-ാം തിരുവചനം. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നതെന്തെന്ന് അവരറിയുന്നില്ല. ദുഃഖവെള്ളിയാഴ്ചയുടെ ഈ നിശബ്ദ നിമിഷങ്ങളിൽ ക്രൂശിൽ വേദനയിൽ കഴിയുന്ന യേശുവിനെ നാം കാണുന്നു. ശരീരം മുറിഞ്ഞും രക്തം വാർന്നൊഴുകുകയും അപമാനം ചുറ്റും നിറഞ്ഞു നിൽക്കുമ്പോൾ പോലും അവന്റെ അധരങ്ങളിൽ നിന്നും ഉയരുന്നത് ശാപമല്ല, മറിച്ച് ക്ഷമയുടെ പ്രാർത്ഥനയാണ്. പിതാവേ, അവരോട് ക്ഷമിക്കണമേ. അവനെ ക്രൂശിലേറ്റിയവർക്കായി, അവനെ പരിഹസിച്ചവർക്കായി, അവനെ തള്ളിപ്പറഞ്ഞവർക്കായി അവനിതാ പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാം കാണുന്നത് മനുഷ്യന്റെ ക്രൂരതയല്ല, ദൈവത്തിന്റെ അതിരില്ലാത്ത സ്നേഹമാണ്. അവർ ചെയ്യുന്നതെന്തെന്ന് അവർ അറിയുന്നില്ല. ഈ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ പലപ്പോഴും തന്റെ അജ്ഞതയാലും ദൗർബല്യത്താലുമാണ് തെറ്റുന്നത് എന്ന സത്യമാണ്. അതുകൊണ്ട് യേശു അവരിൽ കുറ്റം കാണുന്നില്ല, മറിച്ച് അവരുടെ ഹൃദയം കാണുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ഇതേ ചോദ്യം ഉയരുന്നു: നമ്മെ വേദനിപ്പിച്ചവരോട് നമുക്ക് ക്ഷമിക്കാനാകുമോ? അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവർക്കായി പ്രാർത്ഥിക്കാനാകുമോ? ക്ഷമിക്കുക എന്നത് ഒരു ദുർബലതയല്ല, അത് ഏറ്റവും വലിയ ശക്തിയാണ്. നമ്മെ വേദനിപ്പിച്ച ഓർമ്മകളിൽ പിടിച്ചു ജീവിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ഭാരപ്പെടുത്തും. പക്ഷേ അത് ക്ഷമിക്കുമ്പോഴോ ആ ഭാരത്തിൽ നിന്ന് നാം തന്നെ മോചിതരാകുന്നു. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മെ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ക്രൂശ് വേദനയുടെ ചിഹ്നമല്ല, അത് ക്ഷമയുടെ വിജയത്തിന്റെ ചിഹ്നമാണ്. കാരണം ക്ഷമയിൽ നിന്നാണ് യഥാർത്ഥ സമാധാനവും ദൈവാനുഭവവും ആരംഭിക്കുന്നത്.